പത്മിനിയുടെ പ്രണയം. രചന വിഷ്മ ഗോകുൽ. കണ്ണേട്ടിന് എങ്ങനെയുണ്ട് ഇരിക്കൂ? വേണേ പോയി തിരക്ക്, എനിക്ക് വേറെ 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. നീ ഒറ്റൊരുത്തി കാരണ ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയായി മാറിയത്. ഒന്നിനും കൊള്ളാത്തൊരു ഭർത്താവും എനിക്ക് മടുത്തു. എല്ലാത്തിനും കാരണം നീയാ. അത്യധികം ദേഷ്യത്തോടെ രുക്മിണി അങ്ങനെ പറയുമ്പോൾ ഹൃദയം പൊടിഞ്ഞ് രക്തം കിരിയുന്നുണ്ടായിരുന്നു പത്മിനിക്ക്. പപ്പി, കണ്ണേട്ട എനിക്കല്ല കൂടുതൽ ചേരുക. നീ തന്നെ നോക്ക്, നീ എന്ത് കറുത്തിട്ടാണെന്ന്. കണ്ണേട്ടനും എന്നെ പോലെ വെളുത്തും. അല്ലെങ്കിൽ കണ്ണേട്ടന് മുറപ്പേണ്ട് ഞാനല്ലേ. നീ ഇവിടുന്ന് പോയാൽ നീ കണ്ണേട്ടന് കിട്ടും. പ്ലീസ് പപ്പി, US പോയി ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നുള്ളത് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ. നീ പോവ്. അതല്ല, കണ്ണേട്ടനെ നേടിയിരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നാളെ അത്തിമറ്റത്തെ കുളത്തിൽ എന്റെ ശവം കാണും നീ. അന്ന് അങ്ങനെ പറയുമ്പോൾ കണ്ട അതേ ഭാവമാണ് രുക്കുവിന്റെ മുഖത്ത് ഇപ്പോഴും. നീറുന്ന മനസ്സുമായി വർഷങ്ങൾക്ക് ശേഷം ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കഷായത്തിന്റെയും കുഴമ്പിന്റെയും രൂക്ഷഗന്ധം മൂക്കിലേക്ക് തുളച്ച് കയറി. കണ്ണിനു മീതെ വലം കൈ ചേർത്ത് കിടന്നവൻ ആരുടെയോ കാലശ കേട്ടെന്ന പോലെ കൈയെടുത്തു മാറ്റി ചെരിഞ്ഞു നോക്കി. ഒരു വേള നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു. ആ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് കണ്ടു. അത് വകവെക്കാതെ ഓടിച്ചെന്ന് ആ തളർന്ന കാലുകളിൽ കൂട്ടിപ്പിടിച്ചു. മീനു, നീ എന്തായി കാണിക്കുന്നു? മാറ്, തൈലം പുരണ്ട കാലുകളാ നാറു. മീനു എന്ന ആ വിളി മാത്രമേ പത്മിനി കേട്ടുള്ളൂ. എല്ലാവരും പത്മിനി എന്നും പപ്പി എന്നും വിളിക്കുമ്പോൾ ഈ ഒരാൾ മാത്രം മീനു എന്ന് വിളിച്ചു. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ആ വിളി കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു ഉന്മാദം. മീനു, നീ എപ്പോന്നും? ആരൊന്നും പറഞ്ഞില്ല. ആ അലീതന് ആര് പറയാനാ? നാണു ഇതിന് അമ്മയല്ലാതെ ഈ മുറിയിലേക്കാരും വരാറില്ല. എത്രയോ കാലായി പുറം ലോകം കണ്ടിട്ട്. അവന് നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ഞാൻ വന്നിട്ടൊരു അരമണിക്കൂറായതേ ഉള്ളൂ കണ്ണേട്ട. അമ്മായി ഇവിടെ കണ്ടില്ല. രുക്കു അടുക്കളയിലുണ്ടായിരുന്നു. അവൾ പതിയെ പറഞ്ഞു. രുക്കു എൻ്റെ പ്രിയപ്പെട്ട പത്നി. അമ്മയോടൊന്നും വഴക്കണത്രേ. അവൾക്ക് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞു. പക്ഷെ എൻ്റെ മുന്നിലേക്ക് വരില്ല. ചിലപ്പോൾ ഈ മുറിയിലെ ഗന്ധം പിടിക്കില്ലായിരിക്കും. കണ്ണിട്ട് ഒരുപാട് മാറി, വാക്കിലും നോക്കിലും സംസാരത്തിലുമെല്ലാം. ആ നുണക്കുഴിക്കവളുകളെ താടി രോമങ്ങൾ പൂർണ്ണമായും മറച്ചിരിക്കുന്നു. ഇളം ചുവപ്പ് നിറം പൂണ്ട ചുണ്ടുകൾക്കിപ്പോൾ ഞാവൽപ്പഴത്തിന്റെ നിറമാണ്. കറുത്ത ഇടതൂർന്ന മുടിയിഴകൾ നിറം മങ്ങി നീണ്ടു വളർന്നു കിടക്കുന്നു. നെറ്റി കയറിയിട്ടുമുണ്ട്. കരുത്തുറ്റ ആ ശരീരം ഇപ്പോൾ മെലിഞ്ഞുണങ്ങി പോയിരിക്കുന്നു. ഇപ്പോൾ കണ്ണേട്ടനും തനിക്കും ഏകദേശം ഒരേ നിറമാണെന്നത് ഒരുതരം ഉന്മാദത്തോടു കൂടിയാണ് പത്മിനി നോക്കിക്കണ്ട്. നിനക്കിപ്പോഴൊരു മാറ്റമില്ലാട്ടോ മീനു. രൂപത്തിലും ഭാവത്തിലെല്ലാം നീ ഇപ്പോഴും ആ പഴയ മീനു തന്നെ. കണ്ണേട്ടന്റെ വാക്കുകൾ കേട്ട് വെറുതെ ഒന്ന് ചിരിച്ചു. രുക്കുവിനെ ഡിവോഴ്സ് കൊടുക്കാത്ത എന്തുകൊണ്ടാ? അതിനവൾ ഇവിടെ നിന്ന് വരണ്ടേ? അമ്മയോട് പറഞ്ഞു മടുത്തു. അമ്മയ്ക്ക് അവളെ ഇവിടെ നിന്ന് പറഞ്ഞിടാൻ താല്പര്യമില്ല. അവളുടെ വീട്ടുകാർക്ക് അങ്ങനെ തന്നെ. അത്തിമറ്റത്തെ സ്വത്തുകൂടി കണ്ടിട്ടാണല്ലോ അവർ മോളെ എനിക്ക് തന്ന്. അപ്പൊ പിന്നെ നന്ദി കാണിക്കണല്ലോ. അവന് കേട്ടിരുന്നേ ഉള്ളൂ പത്മിനി. അതൊക്കെ വിട്. നീ ഇനി അത് തിരിച്ചു വന്ന്. ഭർത്താവ് വന്നിട്ടില്ലേ? അല്ല, അയാളോട് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്ന്? അതിന് മറുപടിയായി പൊട്ടിച്ചിരിച്ചു പോയി പത്മിനി. വർഷങ്ങൾക്ക് ശേഷം ആ ചിരികൾക്ക് കൃഷ്ണനുണ്ണിയുടെ മുഖവും ഒന്ന് വിടർന്നു. ഞാൻ കല്യാണം കഴിച്ചെന്ന് ആരാ കണ്ണേട്ടനോട് പറഞ്ഞ്? ആരും പറഞ്ഞൊന്നുമില്ല. ഞാൻ കരുതി നീ അല്ലെങ്കിലും പണ്ടും കണ്ണേട്ട അങ്ങനെയാണല്ലോ, വെറുതെ ഓരോന്നങ്ങ് ചിന്തിച്ചു കൂട്ടും. അവളെ എങ്ങോട്ടോ നോക്കി പറഞ്ഞു. പണ്ട് ഞാൻ ചിന്തിച്ചു കൂട്ടിയതൊക്കെ സത്യം തന്നെ ആയിരുന്നില്ലേ മീനു? കണ്ണേട്ട, ഞാൻ അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോഴാ എൻ്റെ ചിന്തകൾ സത്യമാവുമെന്ന് ഞാൻ അറിഞ്ഞത്. കണ്ണേട്ട, എല്ലാം അറിയാവുന്നല്ലേ കണ്ണേട്ടന്? ഞാൻ ഒരിക്കലും മനഃപൂർവ്വമല്ല. എൻ്റെ സാഹചര്യം. എന്ത് സാഹചര്യം? ഒരുത്തി വന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ തീരാനുള്ളത് ഉണ്ടായിരുന്നല്ലോ നിനക്കെന്നോടുള്ള പ്രണയം. ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു കണ്ണേട്ട? ആരുമില്ലാത്തവൾക്ക് അഭയം തന്നവരുടെ മോൾക്ക് വേണ്ടി എൻ്റെ പ്രണയത്തെ ഉപേക്ഷിച്ചു പോയല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു മുമ്പിൽ. സ്വന്തമായി കുറച്ച് സ്വത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അതേ ഉള്ളൂ. ഞാൻ അന്നും ഇന്നും തനിച്ചാണ് കണ്ണേട്ട. എനിക്ക് ആരുമില്ല. പറഞ്ഞുകൊണ്ട് ആ തളർന്ന കാലുകളിൽ വീണ് കരഞ്ഞുപോയി പത്മിനി. തൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരയുന്നവളെ ഒന്ന് പിടിച്ചുയർത്താൻ പോലും കഴിയാതെ നിസ്സഹായനായി കിടക്കേണ്ടി വന്നതിൽ സ്വയം അങ്ങേയറ്റം ദേഷ്യം തോന്നി അവന്. മീനു, മോളെ കരയില്ലേ? എഴുന്നേൽക്ക്. ഈശ്വര, ഞാൻ എന്താ ചെയ്യുക? അവന്റെ പറച്ചിൽ കേട്ട് അവൾ മുഖം ഉയർത്തി നോക്കി. അവന്റെ ഇരുമിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് മുഖം സാരിത്തുമ്പാൽ തുടച്ചു. ശേഷം അവന്റെ അരികിലേക്ക് ചെന്നിരുന്നു. കണ്ണേട്ടാ, എനിക്കന്ന് വേറെ വഴിയില്ലായിട്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കണ്ണേട്ടിനെ സ്വന്തമാക്കാം. ആരും തടസ്സം നിൽക്കില്ല. അവൾ ഒരു തരം വാശിയോടുകൂടി പറഞ്ഞു. മീനു, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെ പറയുന്ന ബോധമുണ്ടോ? കൃഷ്ണനുണ്ണി ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അതെ, പത്മിനിക്ക് ഭ്രാന്താണ്. കൃഷ്ണനുണ്ണിയുള്ള പ്രണയം കൊണ്ടുണ്ടായ ഭ്രാന്ത്. 1.5 വർഷത്തോളം മാനസിക രോഗാശുപത്രിയിലും കിടന്നിട്ടുണ്ട്. എന്തേ ഈ ഭ്രാന്തി ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നുണ്ടോ കണ്ണേട്ടന്? മീനു, അവൻ വിശ്വാസം വരാത്തവണ്ണം വിളിച്ചു. സത്യ കണ്ണേട്ട, അന്ന് കണ്ണേട്ടനെ രുക്കുവിൻ്റെ വിവാഹം കഴിഞ്ഞ് ഉപരിപഠനത്തിനായി US പോകുമ്പോൾ മനസ്സ് പൂർണ്ണമായിട്ടും കൈവിട്ടു പോയിരുന്നു. അന്ന് എനിക്കൊപ്പം ശാരികയുണ്ടായിരുന്നു. അവളാ എൻ്റെ മാറ്റങ്ങൾ ആദ്യം കണ്ടെത്തിയത്. ദിവസങ്ങൾ പോകെ ഞാൻ വയലൻ്റായി തുടങ്ങിയത്രേ. ഒടുവിൽ അവളെന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഓക്കെ കേട്ട് സ്തബ്ധനായി കിടന്ന കൃഷ്ണനുണ്ണി
1.5 വർഷം കഴിഞ്ഞു. രോഗം ഭേദമായി തിരിച്ചു വരുമ്പോൾ ഇനി എന്തെന്നുള്ള ചോദ്യം ബാക്കിയായി. പഠിക്കാനുള്ള മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ജോലി കയറി. ശമ്പളം പ്രതീക്ഷയൊന്നുമല്ല, വെറുതെ എന്നെ പോലെ ആരോരില്ലാത്തവർക്ക് തുണയാവാനൊരു മോഹം. അപ്പോഴും ശാരിക കൂടെ നിന്നു എല്ലാത്തിനും. നാട്ടിൽ നിന്ന് എന്നെ തേടി ഒരു ഫോൺ കോൾ പോലും വന്നിരുന്നില്ല. അതൊരു നോവായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശാരികനെ അറിയിച്ചതുമില്ല. പിന്നെ രുക്ക് താക്കി നൽകിയോണ്ടാ ഒരിക്കൽ പോലും കണ്ണേറ്റിനെ വിളിച്ച് ശല്യം ചെയ്യാതിരുന്നു. പക്ഷെ അതും വലിയൊരു തെറ്റായിരുന്നു തിരിച്ചറിഞ്ഞ് വളരെ വൈകിയ. ശാരിക കണ്ണേറ്റിനോടായിരുന്നു ദേഷ്യം. അതാണ് അവൾ കണ്ണേറ്റിൻ്റെ കാര്യമൊന്നും എന്നെ അറിയിക്കാതിരുന്നത്. അറിയാം, ഒരിക്കൽ ആ കുട്ടി എന്നെ കാണാൻ വന്നിരുന്നു. എനിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് 1 വർഷം മുമ്പ്. ഓ, എന്നോട് പറഞ്ഞില്ല. അന്ന് എന്നെ കുറെ കുറ്റപ്പെടുത്തി, നിന്നെ വിട്ടുകളഞ്ഞേന്. പക്ഷെ അതിന്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആരോഗ്യത്തിരുത്താലും നിന്നെ ഒഴിവാക്കരുതായിരുന്നു. പക്ഷെ നീ എന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നേക്കാൾ വലുത് US പോയി ഉപരിപഠനം നടത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ തകർന്നു പോയി മീനു. പക്ഷെ നിന്റെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കാൻ എനിക്കന്ന് കഴിഞ്ഞില്ല. ശാരിക അതും പറഞ്ഞ എന്നെ കുറ്റപ്പെടുത്തിയത്. ശരിയാണ്, ഹൃദയം തന്ന് പ്രണയിച്ച പെണ്ണ് പെട്ടെന്നൊരു ദിവസം വേണ്ടെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം കാണുന്ന ഞാൻ ഓർക്കണമായിരുന്നു. പോട്ടെ കണ്ണേട്ടാ, ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഒന്നിച്ചൂടെ? മീനു, നിന്നെ ഇഷ്ടമില്ലായിട്ടല്ല, ശരിക്കും താലി കെട്ടിയെന്നല്ലാതെ രുക്കുവിനെ ഞാൻ അറിയാൻ കണ്ണേട്ടാ. അവളത് പറഞ്ഞു എന്നോട്. അത് കേട്ടപ്പോൾ ഞാൻ കരുതിയത് ആക്സിഡൻ്റ് ആയ ശേഷമുള്ള കണ്ണേട്ടനെയാണ് അങ്ങനെ പറഞ്ഞെന്നാ. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല കണ്ണേട്ടാ. അവളെന്താ എന്നോട് പറഞ്ഞു? അത് കണ്ണേട്ട ഒന്നിനും കൊള്ളാത്ത ഭർത്താവാണെന്ന്. പത്മിനി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണിത് പറഞ്ഞത്. മീനു, അവള് പറഞ്ഞു തന്നെയാ എനിക്കിപ്പോൾ നിന്നോടും പറയാനുള്ളത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഒരു ഭർത്താവിൻ്റെ കടമകളൊന്നും ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. സ്വന്തമായിട്ടൊന്നും എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത എന്നെ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ വായ പൊതിഞ്ഞു പിടിച്ചു. വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് കണ്ണേട്ടൻ്റെ മീനുമായിട്ട് ജീവിച്ച് മരിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും വേണ്ട. എന്നെ ഇനിയും ഉപേക്ഷിക്കരുത് കണ്ണേട്ട. അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അറിയാതെ തന്നെ അവൻ്റെ ഇരുകരങ്ങളും അവളെ പൊതിഞ്ഞു പിടിച്ചു. മീരെ, അവൾ വന്നിട്ടുണ്ട്. പത്മിനി. ആ, കുറച്ചേരായി വന്നിട്ട്. ഇല്ലില്ല, അവൾ തനിച്ചാ. വന്നപാടെ കാമുകനെ കാണാൻ മേലോട്ട് പോയിട്ടുണ്ട്. ആ അതെ, നാശം പിടിച്ചവള്. അന്ന് ഇയാൾ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അത് പിന്നെ അന്ന് ഞാൻ അറിഞ്ഞോ ഇങ്ങനെ ആവുമെന്ന്? അയാൾ അവളെ ഓർത്ത് ജീവിക്കുന്നോ ആക്സിഡന്റിൽ കാലുകൾ തളർന്ന് കിടപ്പിലാകുന്നോ ഞാൻ അറിഞ്ഞോ? ഏയ് ഇല്ലില്ല, അവളിവിടെ ഇല്ല. ഇന്ന് അങ്ങയുടെ പിറന്നാളായതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയിരിക്കുക. മോനെ എഴുന്നേറ്റ് നടക്കുന്ന കിളവിയുടെ വിചാരം. ഓ, അതിപ്പോൾ അങ്ങേരാതോ എഴുന്നേറ്റ് നടന്നാലും എനിക്കെന്ത് പ്രയോജനം? ആ, ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എൻ്റെ വീട്ടുകാർക്ക് പിന്നെ അയാളുടെ സ്വത്തിലാണ് അന്നും ഇന്നും നോട്ടം. ഞാനിവിടെ ഇങ്ങനെ ജീവിച്ച് മരിക്കട്ടെ എന്ന് അവർക്ക്. ഏയ്, ഞാനങ്ങോട്ട് റൂമിലൊന്നും പോവാറില്ല. വൃത്തിയിട്ടൊരു നാറ്റം അതിനുള്ളിൽ. തളർന്ന് കിടക്കുന്ന അങ്ങേര് അവളും കൂടെ എന്തേ ഒരു കാട്ടൻ അതിനുള്ളിൽ. അല്ലെങ്കിൽ തന്നെ എനിക്ക് അയാളെ വേണ്ട. ആ, അതൊക്കെ മറക്ക് നടക്കുന്നുണ്ട്. ആ, എല്ലാ രാത്രി അവൻ വരും. ഞാൻ കിളവിക്ക് ഭക്ഷണത്തിൽ ഉറക്കുളിക ചേർത്ത് കൊടുക്കും. അങ്ങേരെ കൊണ്ട് പിന്നെ ശല്യമൊന്നുമില്ലല്ലോ. വർഷങ്ങളായിട്ട് ആ മുറിയിൽ തന്നെ ഇല്ലേ. ചെറിയ പയ്യനാണെങ്കിലും അവന് എന്നെക്കാളെല്ലാം അറിയാം. അത് പോടി, എന്നെക്കാൾ ഒത്തിരി ഇളയതാവൻ. കല്യാണമൊന്നും പറ്റില്ല. ആ, പിന്നെ പോകുന്നിടത്തോളം അങ്ങനെ പോട്ടെ എന്ന് ഞാനും കരുതുന്നു. ഇല്ലില്ല, ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം ഞാൻ അങ്ങനോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ കിളവിയോട് കരഞ്ഞ് പറയുന്നുണ്ട്. അവർ മോനോട് പറയുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞ്. ആ, അയാൾ ഇതുവരെ പോസിറ്റീവായിട്ട് മറുപടി പറഞ്ഞിട്ടില്ലെന്നാ അവർ പറഞ്ഞ്. മീര്, ആര് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമേ. രുക്കു പറഞ്ഞതിൽ മുഴുവൻ സത്യമില്ല മീനു. മനസ്സുകൊണ്ടും അല്ലാതെയും അവളോട് അടുക്കാൻ ഞാനും എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ആക്സിഡൻ്റ് ആയതിൻ്റെ തലേന്ന് രാത്രി അവളെയും ഇവിടുത്തെ ഡ്രൈവറുടെ മകൻ അർജുനെയും ഞാൻ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടു. അന്ന് ആ പയ്യന് വെറും 15 വയസ്സേ മറ്റേ ഉള്ളൂ. അവൻ പറഞ്ഞു കേട്ട് തരിച്ചിരുന്നു പോയി പത്മിനി. ശരിക്കും അതൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല മീനു. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാ. ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ അവന് നോക്കി വിറങ്ങലിച്ചിരുന്ന പത്മിനി. ആ സമയം ആ റൂമിനുള്ളിൽ ഹൃദയം വിങ്ങിപ്പൊട്ടി നിൽപ്പുണ്ടായിരുന്നു കൃഷ്ണനുണ്ണിയുടെ അമ്മ സത്യഭാമ. 4 മാസങ്ങൾക്ക് ശേഷം. മീനു, കഴിഞ്ഞില്ല ഒരുക്കം? ദാ കഴിഞ്ഞു കണേട്ടാ, ഇനി പൂടെ വെച്ചാൽ മതി. പൂമുടിയിൽ ചൂടിക്കൊണ്ട് തിരിഞ്ഞു പത്മിനി. ചെങ്കല്ല് നിറത്തിലുള്ള പട്ടുസാരിയിൽ മിതമായ ആഭരണങ്ങളും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന തന്റെ പെണ്ണിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു കൃഷ്ണനുണ്ണി. കണ്ണേട്ടൻ, ഇങ്ങനെ നോക്കിയെന്നെ ചോര വിറ്റാതെ. ഇന്നു മുതലേ നിങ്ങളുടെ സ്വന്തം സ്വകാര്യ സ്വത്തല്ലേ? പിന്നിൽ വന്നിന്ന് പറയുന്ന അങ്ങേതിലെ വൈഷ്ണവിയെ നോക്കി നുണക്കുഴി വിടുന്നൊരു ചിരിയിരിച്ചുകൊണ്ട് കൃഷ്ണനുണ്ണി അവനൊപ്പം പുറത്തേക്ക് പോയി. അമ്മയെടുത്ത് നൽകിയ മഞ്ഞച്ചരടിൽ കോർത്ത ആലിലെ താലി അവൾ അണിയിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവളാകട്ടെ നിറഞ്ഞ മനസ്സോടെ കൈകൾ കൂപ്പി അവനെ നോക്കി അങ്ങനെ നിന്നു. കണ്ണേട്ടൻ, ഇനി ആ ചേച്ചിക്കൊരു ഉമ്മ കൊടുക്ക്, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. വൈഷ്ണവ് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അമ്മയടക്കം കൂടിയുന്ന ആൾക്കാരെല്ലാവരും ഉറക്കെ ചിരിച്ചുകൊണ്ട് അവരിരുവരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ആദ്യ രാത്രി പതിവ് ആചാരങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അവരിരുവരും ഒരു യാത്രയ്ക്കൊരുങ്ങുകയാണ്. മീനു, ഇതുകൂടി വെച്ചോളൂ.
അതെന്താ കണ്ണേട്ടാ? ഇതൊരു സെറ്റ് കുപ്പിയോളയാ. വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷെ ഇപ്പോഴും പുതുമ ഇഷ്ടമായിട്ടില്ല. അന്ന് അവസാനമായിട്ട് കാവിലെ പൂരത്തിനൊപ്പം വാങ്ങിയതായിരുന്നു. ഈ തരാൻ വേണ്ടി വന്നപ്പോഴല്ലേ രുക്ക് എനിക്ക് വേണ്ടി ഞാൻ മുറിക്കാൻ ശ്രമിച്ചു. നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോയതല്ല. ഒരു നെടുവീർപ്പോടെ അവൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ ഓടി വന്ന ആ നെഞ്ചിൽ ചാഞ്ഞിരുന്നു. എൻ്റെ മീനു, നിനക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന്? സത്യം പറഞ്ഞാൽ നീ നിന്റെ സമ്പാദ്യം മുഴുവൻ മുടക്കി എന്നെ US കൊണ്ടുപോയി ചികിത്സ നൽകാൻ ഒരുങ്ങുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കണ്ണേട്ടാ. കാരണം എൻ്റെ പ്രണയത്തെ ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടും ഒടുവിൽ കണ്ണേട്ടനെ കിട്ടിയത്. അവൾ പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ്റെ കരവലയത്തിൽ പെട്ടിരുന്നവൾ മോനെ മോനെ പുറത്തുനിന്ന് അമ്മയുടെ വിളി കേട്ട് അവരകന്നു മാറി. അവൻ പോയി വാതിൽ തുറന്നു. അവൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്ന പത്മിനി. പുറത്ത് അമ്മ മാത്രമല്ല, അയൽക്കാരിൽ ഒട്ടുമിക്ക ആളുകളുണ്ട്. എന്താ പ്രശ്നം? അവൻ വെപ്രാളത്തോടെ ചോദിച്ചു. പെട്ടെന്ന് വൈഷ്ണവ് മുന്നിലേക്ക് വന്നുകൊണ്ട് കയ്യിൽ നിന്ന ഫോൺ കൃഷ്ണനുണ്ണിക്ക് നീട്ടി. അവനത് വാങ്ങി നോക്കി. പത്മിനി അതിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. 32-കാരിയായ യുവതിയും 21-കാരനായ യുവാവും അനാശ്വാസത്തിന് അറസ്റ്റിൽ. ഇരുവരെയും നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. നാരകത്ത് വീട്ടിൽ രുക്മിണി എന്ന യുവതിയും അയൽക്കാരനായ അർജുൻ എന്ന പയ്യനുമാണ് അറസ്റ്റിലായത്. രുക്മിണി വിവാഹബന്ധം വേർപ്പെടുത്തി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. കൃഷ്ണനുണ്ണി ഫോൺ വൈഷ്ണവിനെ തിരികെ ഏൽപ്പിച്ചു. പിന്നെ എല്ലാവരെയും മാറി മാറി നോക്കി. അവന് വല്ലാത്തൊരു ചളിപ്പ് തോന്നുന്നുണ്ടായിരുന്നു. രുക്കു താൻ താലികെട്ടി ഇവിടെ കൊണ്ടുവന്നവളായിരുന്നു. അതുമാത്രോ ആകെയുള്ള അമ്മാവന്റെ മകളും. അല്ല, നിങ്ങൾ ട്രിപ്പ് പോവാതിരിങ്ങാലേ പിള്ളേരെ, പോയി എൻജോയ് ചെയ്തിട്ട് വാ. വത്സല ചേച്ചി ഉറക്കി അങ്ങനെ പറഞ്ഞപ്പോൾ അവന്റെ മുഖമൊന്ന് തെളിഞ്ഞു. വൈഷ്ണവിന്റെ അമ്മയാണ് വത്സല ചേച്ചി. ഇപ്പോൾ അവരാണ് അമ്മയ്ക്ക് സഹായത്തിന് കൂടെ നിൽക്കുന്നത്. ട്രിപ്പ് പോയി വരുന്നവരെ അമ്മയ്ക്ക് കൂട്ടിന് അവരുണ്ടാവുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുമുണ്ട്. ചുവന്ന കുപ്പിവളകൾ അണിഞ്ഞ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പത്മിനി കണ്ണേട്ടനെ നോക്കി. പിന്നെ കണ്ണുകൾ കൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. മറുപടിയായി അവൻ ആ കൈകൾ കൂട്ടിപ്പിടിച്ച് ചുംബിച്ചു. പിന്നെ പതിയെ പറഞ്ഞു, അസലായിട്ടുണ്ട്. അത് കള്ളം, ഞാൻ കറുത്തിട്ടല്ലേ. ഈ കടും ചുവപ്പ് എനിക്കൊട്ടും ചേരില്ല. അവൾ വെറുതെ പരിഭവിച്ചു. എന്റെ മീനൂട്ടി അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. കറുപ്പിലും വെളുപ്പിലൊന്നും ഒരു കാര്യവുമില്ല. ഉണ്ട്, കണ്ണേട്ടത് സുഖലാക്കി കിടന്നപ്പോൾ ശരിക്കും എന്നെ നിറായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, വീണ്ടും പഴയതുപോലെ വെളുത്തു. കുശുമ്പോടെ പറയുന്നവളെ അവൻ തന്നോട് ചേർത്ത് നിർത്തി. പിന്നെ അവളുടെ കാതിൽ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. അത് കേട്ട് അവൾ ഉറക്കി ചിരിച്ചു. പിന്നെ നാണത്തോടെ അവന് നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു വെച്ചു. അവൾ ഇറുകെ പുണർന്നു നിന്നു.